ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വേൾഡ് ഡെക്കോർ എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ആദ്യമേ കട്ട് ഔട്ട് ചെയ്യണം. ഇത് സത്യത്തിൽ പിൻട്രസ്റ്റിൽ കിട്ടിയൊരു അടിപൊളി പിൻട്രസ്റ്റിൽ താരമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഇത് ബുക്ക് ബൈൻഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ കാർഡ്ബോർഡിന് ക്ഷാമമായതുകൊണ്ട് തന്നെ നമുക്ക് ബുക്ക് ബൈൻഡ് വെച്ച് നിർമ്മിക്കാം കേട്ടോ. ഉണ്ട്, പക്ഷെ കുറച്ച് ടഫാണ് ഈ കാർഡ്ബോർഡ് പീസൊക്കെ ഇനി വെട്ടിയെടുത്ത്. അതിനേക്കാൾ നല്ലത് ബുക്ക് ബൈൻഡ് ആകുമ്പോൾ ഈസിലി തീരുകയും ചെയ്യും. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കുകയും ചെയ്യാം, ഒട്ടുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് മാത്രമേ ഉള്ളൂ, ഗ്ലൂ ഗണ്ണുമില്ല. അങ്ങനെ ഫെവിക്കോളൊക്കെ വെച്ച് ഞാൻ ആ പേപ്പർ ഒട്ടിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് വരയ്ക്കാൻ പറ്റില്ല. ഇതിൻ്റെ ആണെങ്കിൽ ഞാൻ പുറകുവശം ഒട്ടിച്ചിട്ടുണ്ട്. പുറകുവശം ഒട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ നല്ലത് പുറകുവശം ഒട്ടിക്കാതിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഒരെണ്ണം പുറകുവശം ഒട്ടിച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതെല്ലാം പുറകുവശം ഒട്ടിക്കാതെ തന്നെ ചെയ്തു കേട്ടോ. അതൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുള്ള ഫ്രണ്ട് വശം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആവുന്നുണ്ട്. കാരണം നമ്മൾ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. നമ്മൾ രാവിലെയും രാത്രി ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ ഒന്നൊന്നായിട്ട് ഇരുന്ന് പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബിഗ് സൈസാണ് ത്രെഡ് ചെയ്യുന്നത്. ഈ പൗച്ച് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ ഇതുപോലെ സ്കെച്ചൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ലതായിരിക്കും. നല്ല അടിപൊളിയായിട്ടാണ് കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പിൻട്രസ്റ്റിലൊക്കെ കാണുന്നതായിട്ട് വേൾഡ് ഡെക്കോറില്ലേ, നമ്മുടെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ്. ചിലതൊക്കെ വിൻറ്റേജ് ഉണ്ട്, ചിലതൊക്കെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് ഞാൻ ആ ഒരു ക്യൂട്ട് ഐറ്റംസിൽ പെട്ടതാണ് ചെയ്തത്. അതിൻ്റെ അടുത്ത് ഞാൻ തോട്ട്സ് എഴുതിയപ്പോൾ ചെറിയൊരു തോട്ടാണ്, ഗുഡ് വൈബ്സ് ഓൺലി, അതും കൂടെ ഉണ്ട്. പിന്നെന്താ, ഈ 2 സ്കെച്ച് പെൻസാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഏറ്റവും പിൻട്രസ്റ്റിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റായിട്ടുള്ള, അതേപോലെ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഡ്രോയിങ് ആണ് ഈ ഒരു ഡ്രോയിങ്. ഇത് ഞാൻ ഓയിൽ പാസ്റ്റിൽ വെച്ചാണ് വരച്ചിരിക്കുന്നത്. ക്രയോൺസ് വെച്ചാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റായിരിക്കും. സ്കെച്ച് വെച്ചാണെങ്കിലും ബെസ്റ്റായിരിക്കും. സ്കെച്ച് വെച്ചാണ് ഗ്ലാസ്സിലും സ്കെച്ച് വെച്ചാണ് നിങ്ങൾ ആ ലീഫ് വരയ്ക്കുന്നെങ്കിൽ അത് കുറച്ച് ഉണങ്ങിയിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ അലക്കോലോ കേട്ടോ. ഇത് ഓയിൽ പാസ്റ്റിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓയിൽ പാസ്റ്റിനകത്തത് പറ്റില്ല അതെനിക്കറിയാം, ബട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്രയോൺസ് കാണുന്നില്ല. ഞാനിവിടെ യെല്ലോയും പൂർത്തിയാക്കി. നെക്സ്റ്റ് ഓറഞ്ച് അടിക്കാനാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഇടയ്ക്കും നമ്മുടെ ആവണി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ അടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഓറഞ്ച് അടിക്കാറ്. ഓറഞ്ച് ഇച്ചിരി കൂടെ ഒരു സൈസിൽ, ഈ യെല്ലോയേക്കാളും കുറച്ചും കൂടെ ഒരു ബിഗ് സൈസിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ യെല്ലോ പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ച ആ ഒരു പീച്ച് കളറാണ്. പീച്ച് കളറ് കുറച്ച് വേണം, ഞാനത് ഒടിഞ്ഞു പോയതായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ വിചാരിച്ചു അത് വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചും കൂടെ വലുതായിട്ട് ഓറഞ്ച് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആവാൻ ഇങ്ങനെ ചിലപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി കാല് പോയി എന്ന് പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് അപ്പോഴത്തേക്കും ഒന്ന് സെറ്റാക്കുക. ഓയിൽ പേസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടൻ്റെ ഒന്നും ആവശ്യമില്ല, കയ്യിൽ പറ്റത്തില്ല, കയ്യിലധികം ഒന്നും പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിയാലേ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഓറഞ്ച് അടിച്ച ശേഷം ഞാൻ ആ ഒരു മിഡ് പോയിൻറ്റ്സ് ഒക്കെ ഇല്ലേ, അവിടെയാണ് ഞാനിതെല്ലാം അടിക്കുന്നത്. ആ ഒരു എൻഡ് പോയിൻറ്റ്സ്, ആ ഒരു കോർണർ, ആ ഒരു എക്വേറ്റർ ഒക്കെ ഇല്ലേ, ആ ഒരു പോയിൻറ്റിലാണ് ഞാൻ അടിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് പീച്ച് കളറും പൂർത്തിയാക്കാറായിട്ടോ. എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പിക്ചറാണ്. കാരണം എന്താണെന്നറിയത്തില്ല, കുറച്ചും കൂടി ഒരു ഹാർഡ് വർക്ക് എടുത്തുകൊണ്ടാണോ എനിക്കറിയില്ല, തോന്നി ഇഷ്ടപ്പെട്ട ഇതാണ്. ബട്ട് ഇല്ല, എവിടേക്കോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ ലീഫ് അങ്ങനെ അല്ലായിരുന്നു വരയ്ക്കേണ്ടത്, പക്ഷേ എന്നെ മനസ്സിൽ തോന്നിയിട്ട് കൂട്ടം ആ ഒരു ലീഫ് വരച്ചാണ് കേട്ടോ. ആ ലീഫ് വരയ്ക്കുന്നത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ട്രേസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആവണി. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. ഇപ്പോഴാണെങ്കിൽ കിളികളിലൊക്കെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫും കൂടെ വരച്ചാൽ മതിയേ. ലീഫ് വരയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ടഫാണ് കേട്ടോ ലീഫ് വരയ്ക്കുന്നത്. എന്നാൽ ഇത് ബ്രഷ് പെൻ ആയതുകൊണ്ടാണ് ഇത്രയും ടഫായിട്ട് തോന്നുന്നത്. എന്നാലും നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റും, ഈസി ആയിട്ടോ. ഇങ്ങനെ അല്ലായിരുന്നു വരയ്ക്കേണ്ടത്, പക്ഷേ എൻ്റെ മനസ്സിൽ വന്നത് ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതാണ് കേട്ടോ വരച്ചത്.
ഇടയ്ക്ക് ഈ ശബ്ദം കേൾക്കുക കിളികളുടെ. കാരണം എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും സന്ധ്യയായി. ഓക്കെ, കാരണം അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ നനക്കുന്നതൊക്കെ കണ്ടില്ല, അതൊക്കെ ആവണിയുടെ പണിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫൈനൽ ടച്ചിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഐറ്റം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 എണ്ണം കൂടെ ചെയ്താൽ മതിയേ. അതിൻ്റെ ഇടയ്ക്കൂടെ ആവണിയുടെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ചും കഴിഞ്ഞു. അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 എണ്ണം അടിപൊളിയായിട്ടായിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമായിരുന്നു. ഇതിൽ ഞാൻ ഫസ്റ്റിലത്തെ യെല്ലോ കളറും അടിച്ചിട്ടുണ്ട്. ഓയിൽ പാസ്ഡ് തന്നെയാണ്, പ്ലെയിനായിട്ട് അടിക്കുകയാണ്. ഇവിടെ ഓറഞ്ച് കളർ ഞാൻ വീഡിയോ കട്ടാക്കിയായിരുന്നു, അതാണ് കേട്ടോ ഇങ്ങനെ. ഈ ഓറഞ്ച് അടിക്കാൻ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. യെല്ലോയുടെ അത്ര ഇല്ലെങ്കിലും, പക്ഷേ യെല്ലോയ്ക്ക് ലൈറ്റ് അല്ലേ, അതേസമയം ഡാർക്ക് കളർക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കൈവച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സുഖം ഉണ്ടാ, നല്ല രസമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ ഭിത്തിയിൽ വെക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഭിത്തിയിൽ വെക്കുന്നത് വേറൊരു വീഡിയോയിലായിട്ടായിരിക്കും കാണിക്കുന്നത്. എല്ലാം നമ്മൾ വാളിൽ അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളി വാൾ ഡെക്കറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഭിത്തിയിൽ വെക്കും. ഓക്കെ, ഇത് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ബൈ ബൈ.